ഓക്കെ സാർ, പിന്നെ കാണാം. പോവല്ലേ, പിന്നെ കാണാം. നമ്മളെപ്പോഴും നമ്മളൊരാളെ കണ്ടു പിരിയുമ്പോഴൊക്കെ പറയാൻ പറ്റിയ, അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ആ സാർ പിന്നെ കാണാം, പിന്നെ കാണാം. നമ്മൾ നേരിട്ട് കാണുന്നൊന്നായിരിക്കില്ല അത്. അപ്പോൾ അതിനെന്താണ് ഹിന്ദി പറയാൻ? ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണുക എന്നതിന് ദേഖ്ന എന്ന് പറഞ്ഞിരുന്നു. അതല്ല ഇവിടെ പറയൽ. പിന്നെ കാണാട്ടോ, ഫിർ മിലേങ്കി എന്നാണ് പറയാം. ഫിർ ആപ്സെ മിലേങ്കി എന്നാണ് അതിൻ്റെ പൂർണ്ണ രീതി. ഫിർ തുംസെ മിലേങ്കെ, ഭായി ആപ്സെ മിലേങ്കെ. ആ സേ എന്നാണ് അതിൻ്റെ കറക്റ്റ്. പക്ഷേ അതൊക്കെ ഷോർട്ടാണ്, കട്ട് ചെയ്തിട്ട് പറയുള്ളൂ. ഫിർ മിലേങ്കെ, അകലെ ബാർ മിലേങ്കെ. കണ്ടോ, അകലെ ബാർ മിലേങ്കെ, അടുത്ത തവണ നമുക്ക് കാണാം. ഓക്കെ, അവിടെ കാണാം എന്നാണ് അർത്ഥം വെക്കുക. അവിടെ കണ്ടുമുട്ടുക, മീറ്റ് ചെയ്യുക എന്നതാണ് മിൽന എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം. ഓക്കെ, ഫിർ മിലേങ്കെ. അപ്പോൾ എങ്ങനെ ഞാൻ നിങ്ങളെ കാണാം? കൈസ മിലേങ്കെ, നിങ്ങളെങ്ങനെ കാണും? ആപ്സെ മേ കൈസ മിലും, ആപ്സെ കൈസ മിലും. നിങ്ങളെങ്ങനെ നമ്മൾ മീറ്റ് ചെയ്യും, എങ്ങനെ കാണും എന്ന അർത്ഥത്തിന് നമ്മൾ ഉദ്ദേശാർത്ഥങ്ങൾ പറയുമ്പം അതാണ് അതിൻ്റെ. ഓക്കെ, ഫിർ മിലേങ്കെ, അകലെ ബാർ മിലേങ്കെ, തബ് തക് ബബായി. അകലെ ബാർ മിലേങ്കെ തബ് തക് ബബായി. നിങ്ങൾ അടുത്ത തവണ കാണാം, അതുവരെ നമുക്ക് പിരിയാം. ഇങ്ങനെ പറയാം. അപ്പം മിൽന എന്നാൽ കാണുക എന്നാണ്, അഥവാ കണ്ടുമുട്ടുക, മീറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിരിയുമ്പം ഗുഡ് നൈറ്റ്, ഫിർ മിലേങ്കെ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും പഠിച്ചു വെക്കുക. ഫിർ മിലൂ, ഫിർ മിൽത്തേ ഹേ എന്ന് പറയും. അകലെ ബാർ മിൽത്തേ. ഓക്കെ ആണോ? ആ രീതിയിലും ഈ ആംഗിളിൽ ഉപയോഗിക്കുന്നതാണ്. കൂടുതൽ അറിയുന്നതിന് ഹിന്ദി യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ധന്യവാദ്, ബഹുത് ശുക്രിയ.